ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആകാശ് താലി വാങ്ങി പ്രീതിയുടെ കഴുത്തിൽ ചാർത്തുന്നു. അഞ്ജലി താലി ഇങ്ങനെ കെട്ടാൻ സഹായിക്കുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ പൂവൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ശ്രുതിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അശ്വിൻ മാത്രം ശ്രുതിയെ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ശ്രുതിക്ക് വിഷമമാവുന്നു. പെട്ടെന്ന് ശ്രുതി ആരും കാണാതെ അവിടെ നിന്ന് പോകുന്നു. ആകാശ് പ്രീതിയുടെ കൈ പിടിച്ച് മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുന്നു. ഈ സമയം അശ്വിനും അവിടെ നിന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം മനോരമയും അഞ്ജലിയും മുത്തശ്ശിയും സംസാരിക്കുകയാണ്. അല്ല, കുഞ്ഞിനെ കണ്ടില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ശ്രുതിയും കാണാനില്ലല്ലോ, ഇനി രണ്ടുപേരും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അപ്പോൾ മനോരമ, എൻ്റെ ഗോഡ്, എന്നാൽ എന്താ അത്യാവശ്യമാണ് ഉള്ളത്? ഈ സമയം ശ്രുതി അശ്വിനും മുറിയിൽ നിന്ന് താഴേക്ക് വരുന്നത് കാണുമ്പോൾ മുത്തശ്ശി പറയാതെ, അവരല്ലേ വരുന്നത്. ശ്രുതി അടുത്തേക്ക് വരുമ്പോൾ അഞ്ജലി ചോദിക്കുക, എന്താ ശ്രുതി, എന്താ പറ്റിയ, നീ എവിടാ പോയിരുന്നത്? അപ്പോൾ ശ്രുതി പറയാ, ഒന്നുമില്ല മാഡം, ഞാൻ വാഷ്റൂമിൽ പോയതാ. ഈ സമയം അഞ്ജലി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുക, കുഞ്ഞാ എന്താ പറ്റിയത്? നിന്റെ മുഖത്ത് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ അശ്വിൻ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം, മതി, നമുക്ക് ഗൃഹപ്രവേശത്തിനുള്ള ചടങ്ങ് നടത്താം, എല്ലാ ഒരുക്കങ്ങളും നടത്താമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഗൃഹപ്രവേശന ചടങ്ങൊക്കെ നടക്കുകയാണ്. അഞ്ജലി വിളക്കുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ മനോരമ മനസ്സിൽ പറയുകയാണ്, എൻ്റെ മൈ ഗോഡ്, അങ്ങനെ ഈ വീട്ടിൽ എനിക്കൊരു പുതിയ ശത്രു കൂടി വരുവാണല്ലോ. ഇവൾ എന്തൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടായിരിക്കും കയറി വരുന്നത്. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അഞ്ജലി വിളക്ക് മനോരമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ആൻറ്റി, വിളക്ക് പ്രീതിക്ക് കൊടുക്ക്. അങ്ങനെ മനോരമ വിളക്ക് പ്രീതിക്ക് കൊടുത്തിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. ഈ സമയം അഞ്ജലി പറയുകയാണ്, ഇവിടെ വേറൊരു പ്രത്യേക ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതെ അതെ, ആ ചടങ്ങിനെ പറ്റി ഞാൻ പറയാൻ മറന്നു. ഇവിടെ പെൺകുട്ടിയെ വരൻ കയ്യിലെടുത്തുകൊണ്ട് വേണം അകത്തേക്ക് കയറാൻ. ഇത് കേൾക്കുമ്പോൾ ആകാശിന് നാണം തോന്നുന്നു. മനോരമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. പെട്ടെന്ന് മോഹനൻ ആകാശിനോട് പറയുകയാണ്, എന്താടാ, നിന്റെ ഭാര്യ നിനക്ക് എടുക്കാൻ പറ്റില്ലേ? ഇപ്പോഴെങ്ങാണോ ആണ് ചടങ്ങ് നടന്നതെങ്കിൽ ഞാൻ നിന്റെ അമ്മ എങ്ങനെ എടുത്തേനെ? ഭാഗ്യത്തിന് കല്യാണം നടന്ന സമയത്ത് നിന്റെ അമ്മ അന്ന് ഈർക്കിൽ പോലെ ഇരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ അഞ്ജലി പ്രീതിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങിയിട്ട് ആകാശിനോട് പ്രീതി എടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ പ്രീതിയെ കയ്യിലെടുത്തുകൊണ്ട് ആകാശ് അകത്തേക്ക് കയറി വരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അകത്തേക്ക് വരുമ്പോൾ അഞ്ജലി പറയുകയാണ്, എങ്കിൽ പിന്നെ ചെക്കനും പെണ്ണിനും മധുരം കൊടുത്താലോ? അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രീതിക്കും ആകാശിനും മധുരം കൊടുക്കുന്നു. എല്ലാം ചടങ്ങും കഴിഞ്ഞു കഴിയുമ്പോൾ അഞ്ജലി പറയുകയാണ്, അല്ല, കുഞ്ഞിനെവിടെ? കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് ചിലപ്പോൾ ശ്രുതിയേയും കാണുന്നില്ലല്ലോ, രണ്ടുപേരും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അങ്ങനെ അഞ്ജലി ബാക്കി ചടങ്ങുകൾ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുക്കാൻ ഓരോ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന സമയത്ത് പെട്ടെന്ന് ശ്യാം ആണെങ്കിൽ ഇങ്ങനെ അപ്സെറ്റായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അഞ്ജലി ചോദിക്കുക, എന്താ ശ്യാമേട്ടാ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ ശ്യാം പറയാം, അല്ല കുഞ്ഞിന് ഇത് എങ്ങോട്ടാ പോയത്, നിന്നോടൊന്നും പറഞ്ഞില്ലേ? അഞ്ജലി പറയാം, ഇല്ല, തിരക്കല്ലായിരുന്നോ, ഞാനും ഒന്നും തിരക്കാൻ പോയില്ല. എങ്ങോട്ടാ പോയതൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ രണ്ടുപേരും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും, ഇപ്പോൾ വരുമായിരിക്കും. പ്രീതി അപ്പച്ചിയോട് ശ്രുതി എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അപ്പച്ചി പറയാം, അത് പിന്നെ അശ്വിൻ സാറിൻ്റെ കൂടെ പോയത്, എന്തെങ്കിലും അത്യാവശ്യം കാണും, ഇപ്പം വരുമായിരിക്കും. പെട്ടെന്ന് കാറിൻ്റെ സൗണ്ട് കേട്ട് അപ്പച്ചി ഇതേ അവർ വന്നല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ശ്രുതിയും അശ്വിനും കഴുത്തിൽ മാലയൊക്കെ ഇട്ട് അകത്തേക്ക് കയറി വരുന്നത് കാണുന്നു. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അഞ്ജലി ചോദിക്കുക, എന്താ കുഞ്ഞാ, എന്താ നിങ്ങൾ ഇങ്ങനെ വരുന്നത്? പെട്ടെന്ന് മനോരമ പറയാം, മൈ ഗോഡ്, വാട്ട് ഐ ആം സീയിങ്, എന്താ ഈ നടക്കുന്നത്? അങ്ങനെ ഓരോരുത്തരായിട്ട്, കുഞ്ഞ എന്താ സംഭവിച്ചത്, എന്താണെങ്കിലും പറയും, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ശ്രുതിയോട് ശ്രുതിയുടെ വീട്ടുകാരും, എന്താ എന്താ പറ്റിയത്, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തിൽ, കുഞ്ഞ നിന്നോടല്ലേ ചോദിച്ചത്, എന്താ നടന്നതെന്ന് പറയാനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് അശ്വിൻ പറയുകയാണ്, എന്താ നടന്നതെന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്, ഞങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചു. അപ്പോൾ പെട്ടെന്ന് അഞ്ജലി ചോദിക്കുക, എന്താ വിവാഹം കഴിച്ചെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആരോടും ഒന്നും പറയാതെ നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ശ്രുതി, നീയെങ്കിലും പറ. പെട്ടെന്ന് ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അശ്വിൻ മുന്നോട്ട് വെച്ച കണ്ടീഷനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു. അശ്വിൻ ശ്രുതിയെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം, അതും വെറും 6 മാസത്തേക്ക്. അപ്പോൾ ശ്രുതി അതിന് സമ്മതിക്കാതെ പുറത്തേക്ക് പോകുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ശ്രുതിയെ അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ അഞ്ജലി ദേഷ്യത്തിൽ പറയാം, കുഞ്ഞാ നിങ്ങൾ എന്താ കുട്ടികളി കളിക്കുന്നോ? വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നു, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളുടെ ഈ ആഗ്രഹം പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ നടത്തി തരില്ലായിരുന്നോ ആചാരപൂർവ്വം? നിങ്ങൾ എന്താ സംഭവിച്ചത്? എന്താന്ന് വെച്ചാൽ തുറന്നു പറയേ. കുഞ്ഞാ, മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ നീ ഇതിനുള്ള സമാധാനം പറഞ്ഞേ പറ്റൂ, എന്താ നടന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ
ശ്രുതിയുടെ അപ്പച്ചി ചോദിക്കുക, ശ്രുതി നീ പറ, നിന്റെ കല്യാണം നടന്നു എന്ന് പറയുന്നത് സത്യമാണോ? പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ അടുത്തേക്ക് വന്നിട്ട്, എന്താടി ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്, നിന്നോടല്ലേ ചോദിച്ചത്, എന്താ സംഭവിച്ചെന്നല്ലേ പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കരണത്ത് ഒരടി കൊടുക്കുകയാണ്. ഇതെല്ലാം അശ്വിൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി അവർ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അപ്പച്ചി പറയുകയാണ്, ചേച്ചി ചേച്ചി എന്താ കാണിക്കുന്നത്? അപ്പോൾ ശ്രുതിയുടെ അമ്മ കരഞ്ഞോണ്ട് പറയാണ്, നമ്മുടെ മാനം പോയി, നിന്നെ ഒരുപാട് വിശ്വസിച്ചതിന് നീ തന്ന ചതിയാണല്ലേ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മ കരയുമ്പോൾ അപ്പച്ചി പറയാം, നീ എന്നാലും ഞങ്ങളെല്ലാവരും ഒരുപാട് നിന്നെ സ്നേഹിച്ചില്ലേ, എന്നിട്ട് നീ എന്തായി കാണിച്ചത്, ഞങ്ങളുടെ എല്ലാം മാനം കളഞ്ഞില്ലേ നീ? ഈ സമയം ശ്രുതി വീണ്ടും അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. നിന്റെ ചേച്ചി മണ്ഡപത്തിലിരിക്കുക, ഞാൻ പറഞ്ഞാലേ ആകാശ് ആ താലി കെട്ടു. നിന്റെ ചേച്ചി ഇനിയും സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ, നിന്റെ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാതിരിക്കണമെങ്കിൽ നീ ഈ കണ്ടീഷന് സമ്മതിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പറ, ഞാൻ ഇപ്പോൾ തന്നെ ഈ വിവാഹം മുടക്കാം. മനോരമ ആൻറ്റിക്ക് എന്തായാലും ഇതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ. അവസാനം ശ്രുതി ഞാൻ ഈ കണ്ടീഷന് സമ്മതമാണെന്ന് അശ്വിനെ അറിയിക്കുന്നു. എന്നിട്ട് പൊട്ടിക്കരയുന്നു. ഇതെല്ലാം ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ഈ സമയം അശ്വിൻ പെട്ടെന്ന് പറയുകയാണ്, അതെ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. നോ മോർ എക്സ്പ്ലനേഷൻ. എന്നോട് ഇതിനെപ്പറ്റി ഇനി വേറെ ആരും ഒന്നും ചോദിക്കേണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോരമയ്ക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ. താങ്ക്